എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും പറയാം കേട്ടോ. ഞാൻ ഇവിടെ ഹെഡിങ് എഴുതിയിരുന്നു കേരള സോൾ സ്റ്റേഷനിൽ ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷനാണ്. മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷൻ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് MXM എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷൻ. മുതലമടയിൽ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് MMDA എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. കൊല്ലങ്കോട് ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് KLGD എന്നാണ്. പിന്നെ ഉള്ളത് വാട കാണിക്കപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് VDK. പിന്നെ ഉള്ളത് പുതിനാങ്കരം റെയിൽവേ സ്റ്റേഷൻ. പുതിനാങ്കരത്തെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് PDG എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടോട്ടൽ 4 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് PGTN എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് PGT എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് കോട്ടയ്ക്കാട് റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ ടോട്ടൽ 1 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് KTKU എന്നാണ്. പിന്നെ ഉള്ളത് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം 2 ആണ് കേട്ടോ. കോഡ് വരുന്നത് KGKD എന്നാണ്. പിന്നെ ഉള്ളത് ചുളിമടയിൽ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് CLMD എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് വാളയാർ റെയിൽവേ സ്റ്റേഷൻ. വാളയാറിൻ്റെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് VRA എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് പറളി റെയിൽവേ സ്റ്റേഷൻ. പറളി ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് PLL എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് മങ്കര റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് MNY എന്നാണ്. പിന്നെ ഉള്ളത് ലക്കിടി റെയിൽവേ സ്റ്റേഷൻ. ലക്കിടിയിൽ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് LDY എന്നാണ് കേട്ടോ. പിന്നെ ഉള്ളത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് PLPM എന്നാണ്. പിന്നെ ഉള്ളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. ഒറ്റപ്പാലത്തെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. കോഡ് വരുന്നത് OTP എന്നാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഇൻ്റർസിറ്റിക്ക് പോകില്ലേ, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടേണ്ടതായിരിക്കും. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ ചെയ്ത്. ഇതാണ് നമ്മുടെ പാർട്ട് 1. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് കാണാം. ബൈ.